ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് മിനിമം സ്റ്റാൻഡേർഡ് ലബോറട്ടറികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. നേരത്തെ മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷന്റെ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് ഭാരവാഹികളിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെപ്പോലെ MLA-മാർ നിയമസഭയ്ക്കകത്ത് ഇതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചെങ്കിൽ പോലും അവ ഉൾക്കൊള്ളാനും ആവശ്യമായ ഭേദഗതി വരുത്താനും സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായില്ല എന്നതാണ് നമ്മുടെ മുമ്പുള്ള അനുഭവം. ഒരു നിയമം, പുതിയ നിയമം വരുമ്പോൾ, അത് ഏത് മേഖലയിലാവട്ടെ, പുതിയൊരു നിയമം വരുമ്പോൾ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ പുതിയ നിയമനിർമ്മാണം ഒരിക്കലും ബാധിക്കാൻ പാടില്ല. സെൻട്രൽ ആക്ടാണ് ഇതിന് അടിസ്ഥാനമായി പറയുന്നത്. ഏത് സെൻട്രൽ ആക്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തിന് അനുയോജ്യമായിട്ടുള്ള അനുഗുണമായ രീതിയിലുള്ള ഭേദഗതി ഏത് നിയമത്തിലും വരുത്താൻ അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്ത് ഒരു നിയമനിർമ്മാണ സഭയും സംസ്ഥാനത്ത് കുറെ മന്ത്രിമാരും ഒരു വകുപ്പ് നവശേഷം ഒക്കെ കേന്ദ്രം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കിയാൽ മതിയല്ലോ. കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിൽ ആവശ്യമായ ഭേദഗതി കൊണ്ടുവരാനുള്ള അധികാരം, അതാ സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ആ അധികാരം ഉപയോഗപ്പെടുത്തി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് വരുമ്പോൾ നിലവിലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. നിയമം നടപ്പിലാക്കൽ സംസ്ഥാനത്തെ 70% പരിശോധന ലാബുകളും അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ബില്ലിലുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മതിയായ ഭേദഗതികളുടെ മാത്രമേ കേരളത്തിൽ കൊണ്ടുവരാവൂ. മിനിമം സ്റ്റാൻഡേർഡ് ഭേദഗതിയുടെ നിലവിൽ വരുന്നവരെ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ രജിസ്ട്രേഷന്റെ പേരിലുള്ള തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ സലാം ഗൾഫ് ലാബ് അധ്യക്ഷനായിരുന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യാതിഥിയായിരുന്നു. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷാവുൽ അമീദ്, മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പിള്ള, ജനറൽ സെക്രട്ടറി രജീഷ് കുമാർ, ട്രഷറർ ജോയ്ദാസ്, സെക്രട്ടറി ഡോക്ടർ സൈനുൽ ആബിദീൻ എന്നിവർക്ക് പുറമെ അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ ടി എ വാർക്കി, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RK പ്രകാശ്, ജില്ലാ ജനറൽ സെക്രട്ടറി ജേക്കബ് കോശി, ട്രഷറർ പി സഫ്വാൻ എന്നിവർ സംസാരിച്ചു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ സമ്മേളനം അനുമോദിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജേക്കബ് കോശി സ്വാഗതവും സലീം നന്ദിയും പറഞ്ഞു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.